ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. വെറൈറ്റി ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല. ഇന്നൊരു വെറൈറ്റി ചിക്കൻ ഫ്ലവറാണ് തയ്യാറാക്കുന്നത്. കാണാൻ നല്ല മൊഞ്ചാണ്. ഇതിൻ്റെ ഫില്ലിങ് ഭയങ്കര ടേസ്റ്റിയുമാണ്. ഈ ഇഫ്താറിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കുഞ്ഞ് ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യും എങ്കിൽ ഓളൊന്നും പക്ഷെ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്ലവർ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഒരു ബൗളിലോട്ടേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലിന് ഇളം ചൂട് വേണം. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കിയതിന് ശേഷം നമുക്കിവിടെ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി കിട്ടും. 10 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ടേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് പാകമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ മൈദൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ഉപ്പ് ആകുന്ന തരത്തിൽ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചിട്ടുള്ള ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഈസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ ഇനി കുഴക്കാൻ വേണ്ടി ഇത് മാത്രം മതിയാകില്ല, നമ്മളിതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ വെള്ളത്തിന് ഇളം ചൂട് വേണം. അതും കൂടി ചേർത്തിട്ട് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഏകദേശം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പാകത്തിന് നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ മാവ് പൊങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലോട്ടേക്ക് നമ്മുടെ ഒരു ചിക്കൻ്റെ പീസെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് തന്നെ നമ്മളിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ കബാബിനൊക്കെ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾക്ക് കിട്ടുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് ഒരു സവാളിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ടേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിലോട്ടേക്ക് നമ്മുടെ ചിക്കൻ അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ചിക്കൻ്റെ ഒരു പിങ്ക് കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളറായിട്ട് വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം ഏകദേശം ചിക്കൻ്റെ പിങ്ക് കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിവിടെ അടച്ച് വെക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ചിക്കൻ ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി വെള്ളവും കുരുവും കളഞ്ഞത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാബേജിൻ്റെ പകുതിയാണിത്. അതും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. അതെല്ലാം തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കാം, ക്യാബേജ് ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും കൂടി നന്നായിട്ട് തന്നെ മിക്സായിട്ട് വരണം. വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് നമുക്കൊരു ഈ ഒരു വെജിറ്റബിൾ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾസും ഒക്കെ കൂടി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈനലായിട്ട് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. സോയാ സോസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ചിക്കനും വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും സോയാ സോസ് ആകുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ലവണ്ണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലവണ്ണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് വീണ്ടും ഒന്ന് നന്നായി ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ നന്നായിട്ട് തന്നെ തണുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ബൗളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഇത്തിരി മൈദ വേണം.
പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ നമ്മൾ മാവിൽ നിന്നും ഒരു ഇത്തിരി മാവ് എടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തി പലകയിൽ ഒരു ഇത്തിരി മൈദ തൂകിയതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഉൾഭാഗത്തോട്ടേക്ക് ഇതുപോലെ ആക്കിയെടുക്കുക. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇവിടെ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ ഒരു ബൗൾ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തേക്കായിട്ട് നമ്മുടെ തയ്യാറാക്കിയുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു 2 ഭാഗത്തു നിന്നും നമ്മുടെ ഒരു മാവ് ഇതുപോലെ കോട്ടിയെടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുൻഭാഗമുള്ള ഭാഗവും കൂടി ഇതുപോലെ തന്നെ യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗവും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതായത് 3 ഭാഗവും നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം മുഴുവൻ ചിക്കൻ ഫ്ലവറും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? ഇനി പണിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി വെക്കാം. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ ഫ്ലവറും ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇനി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇതുപോലെ എണ്ണയൊന്ന് തൂക്കി കൊടുക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ എണ്ണ മുകളിലോട്ടേക്ക് ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ ഭാഗവും ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ഇഫ്താർ സ്പെഷ്യൽ ചിക്കൻ ഫ്ലവർ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഫില്ലിങ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഈ ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.